കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നിന്നും ഇടുക്കി ജില്ലയിലെ കട്ടപ്പന വരെ നമ്മൾ യാത്ര നടത്താണ്. നമ്മളിന്ന് യാത്ര പോകുന്നത് തിരുവനന്തപുരം വെള്ളനാട് ഡിപ്പോയിലെ സൂപ്പർ ഫാസ്റ്റ് വണ്ടിയിലാണ്. രാവിലെ 6 മണിക്ക് വെള്ളനാട് നിന്ന് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണിത്. സൂപ്പർ ഫാസ്റ്റ് ആണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് പത്തനാപുരത്ത് നിന്നാണ്. പത്തനാപുരത്ത് രാവിലെ 8:55 എത്തിച്ചേരും. ഏകദേശം 6-6.5 മണിക്കൂർ ജേർണി കഴിഞ്ഞിട്ട് നമ്മൾ 3 മണി കഴിയും ഏകദേശം ഇവിടെ എത്താനായിട്ട്, കട്ടപ്പന എത്താനായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട, അവിടെ നേരെ റാന്നി, പൊൻകുന്നം, ഈരാറ്റുപേട്ട, വാഗമൺ വഴി നേരെ കട്ടപ്പനയ്ക്ക്. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങളാണ് ഒരു സൂപ്പർ ഫാസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളായിട്ട് നിങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സമയം 8:47 ഇവിടെ പത്തനാപുരത്ത് നിന്ന് ഇവിടെയാണ് കേട്ടോ. KP ഗണേഷ് കുമാറിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇവിടെ പുതിയ 4 സൂപ്പർ ഫാസ്റ്റ് കിട്ടി. അതിൻ്റെ ഉദ്ഘാടനം എന്നാണ് കേട്ടോ ഇവിടെ. ഇനി ഈ ഒരു വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കോന്നിയാണ്. കോന്നി കഴിഞ്ഞ് പത്തനംതിട്ട. വണ്ടി നമ്പർ KL 15A1268 RPE 490 EV 1174. വെള്ളനാട് ഡിപ്പോയുടെ വണ്ടിയാണ്. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്നതാണ്. നെടുമങ്ങാട് ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടിയാണ്. നമ്മളങ്ങനെ കോന്നി എത്തി കേട്ടോ. കോന്നി എത്തി. ഇപ്പം നെക്സ്റ്റ് പത്തനംതിട്ട. നമ്മളങ്ങനെ വീണ്ടും പത്തനംതിട്ട എത്തി കേട്ടോ. സ്റ്റാൻഡിലേക്ക് പോവാണ്. പത്തനംതിട്ട KSRTC സ്റ്റാൻഡിലേക്ക്. ഒമ്പത് 24 കേട്ടോ. അങ്ങനെ പത്തനംതിട്ട KSRTC. നമ്മളങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് വിട്ടു. സമയം 9:52. നമ്മളൊന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. 9:30 9:25 ആകുമ്പോഴത്തി ഫുഡ് കഴിച്ചത് ഇവിടുന്ന് ഇപ്പം ഇറങ്ങാണ്. നമുക്കിനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കോന്നിയാണ് കേട്ടോ. സോറി, റാന്നിയാണ് അടുത്ത സ്റ്റോപ്പ്. കോന്നി കഴിഞ്ഞു, പത്തനംതിട്ട കഴിഞ്ഞു, ഇനി റാന്നി. റാന്നി, എരുമേലി, ശബരിമല. നമ്മളിപ്പോൾ പോകുന്നത് ശബരിമല റൂട്ടിലേക്കാണ്. നമ്മളിപ്പോൾ ഒരു ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഇങ്ങനെ വളഞ്ഞുള്ള റോഡാണ് കേട്ടോ. സംസ്ഥാനപാത 8 ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. SH8. അത് നമ്മളെ ശബരിമല റൂട്ട് ഇതുവഴിയാണ്.
ശബരിമല റൂട്ട് വരുന്ന റൈറ്റിലേക്കാണ് കേട്ടോ. അവിടുന്ന് ആ ഒരു അതുപോലെ തന്നെ നമുക്ക് റൈറ്റിലേക്ക് ഗവിയിലേക്ക് പോകാനും സാധിക്കണം. നമ്മളിതിൻ്റെ മേളിലേക്ക് കൂടിയുള്ള റോഡിലേക്ക് അവിടെയാണ് പോകുന്നത്. നമ്മളങ്ങനെ റാന്നി സ്റ്റാൻഡ് വിട്ടു. സമയം 10:20. വണ്ടി ഫുള്ള് കാലിയാണ് വണ്ടി. സർവീസിന് ഇങ്ങനെയാണോ ഇനി എന്താണെന്ന് അറിയത്തില്ല. മൊത്തത്തിൽ കാലിയായിട്ടാണ് പോകുന്നത്. ഇനി എവിടെയെല്ലാം ചെന്ന ആൾ കയറുമെന്നതിന് നന്നായിട്ട് അറിയത്തില്ല. നോക്കാം. നമ്മളങ്ങനെ മണിമല എത്തിട്ടോ. മണിമല സമയം 10:39. മണിമല ഇവിടുന്ന് 81 കിലോമീറ്റർ, മൂവാറ്റുപുഴ പൊൻകുന്നം 14 കിലോമീറ്റർ. സമയം 10:45. നല്ല വെയിലാണ്, നല്ല കട്ട വെയിലാണ്. ഈ സമയത്തിന് നല്ല ഹെവി ചൂടാണ് പുറത്തുനിന്ന് കേട്ടോ. സൈഡിലൂടെ നമുക്ക് ഒരു പുഴ ഒഴുകുന്ന കാണാൻ പറ്റും. ഏതാ പുഴ എന്നുള്ള ഞാൻ അടിയിൽ മെൻഷൻ ചെയ്തിടാം കേട്ടോ. നമ്മളങ്ങനെ പൊൻകുന്നം സ്റ്റാൻഡിലെത്തി കേട്ടോ. പൊൻകുന്നം ടൈം 11 മണി. ഇത് കോമൺ സ്റ്റാൻഡാന്ന് തോന്നുന്നു. ഇത് KSRTC സ്റ്റാൻഡല്ലേ, ഇത് കോമൺ സ്റ്റാൻഡാണ് കേട്ടോ. പ്രൈവറ്റ് വണ്ടിയെല്ലാം ഇവിടെ കാണുന്നുണ്ട്. നമ്മളങ്ങനെ പൊൻകുന്നം സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി. ഇവിടെ പ്രൈവറ്റ് കോമൺ സ്റ്റാൻഡാണ്. അങ്ങനെ KSRTCക്ക് സെപ്പറേറ്റ് സ്റ്റാൻഡില്ല കേട്ടോ. നമ്മുടെ മുമ്പിലൊരു കുമളി തേക്കടി വണ്ടിയുണ്ട് കേട്ടോ. അത് എവിടെ നിന്ന് വരുന്നതാണെന്ന് അറിയത്തില്ല. കോട്ടയം മുണ്ടക്കയം വഴി കുമളി തേക്കടി. നമുക്കിവിടുന്ന് പമ്പ എരുമേലിക്ക് റൈറ്റിലേക്കാണ് ശബരിമല അല്ലേ. അവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് ശബരിമല പമ്പ ആ റൂട്ട് വരുന്നത്. നമ്മളങ്ങനെ കാഞ്ഞിരപ്പള്ളി എത്തി. കാഞ്ഞിരപ്പള്ളി സ്റ്റാൻഡ് 11:10 കാഞ്ഞിരപ്പള്ളി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റാൻഡിൻ്റെ സ്റ്റാൻഡിൽ കയറുകയാണ്.
നമ്മളങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് വിട്ടു. ഇതും കോമൺ സ്റ്റാൻഡാണ് കേട്ടോ. നമ്മളിപ്പോൾ കയറുന്നത് കോമൺ സ്റ്റാൻഡാണ്. നമ്മൾ തൊട്ട് മുമ്പിൽ തന്നെ ആ ഒരു കുമളി തേക്കടി വണ്ടി ഉണ്ട് കേട്ടോ. ഫാസ്റ്റ് ഫാസ്റ്റാണ്. നമ്മളങ്ങനെ ഈരാറ്റുപേട്ട എത്തിട്ടോ. ഈരാറ്റുപേട്ട സമയം 11:35. ഈരാറ്റുപേട്ട KSRTC ഡിപ്പോ കാണാം കേട്ടോ. ഈരാറ്റുപേട്ട KSRTC ഡിപ്പോ. നമ്മളങ്ങനെ ഈരാറ്റുപേട്ട സ്റ്റാൻഡിൽ നിർത്തു. സമയം 11:55. നമ്മളങ്ങനെ ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമൺ വഴിയാണ് കട്ടപ്പനയ്ക്ക് പോകുന്നത് കേട്ടോ. നമ്മളൊരുപാട് ഈരാറ്റുപേട്ട വഴിയൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊന്നക്കാട് കുമളി വീഡിയോ ചെയ്ത സമയത്ത് ഈ ഒരു ഈരാറ്റുപേട്ട ക്രോസ് ചെയ്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് വാഗമണിലേക്ക് ഒരു 20 കിലോമീറ്റർ കൂടെയാണ്. നമ്മൾ അത്യാവശ്യം ഒരു ഗഡ് സെക്ഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ക്ലൈമറ്റിനകത്തൊക്കെ ഒരു ചെറിയ മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. റോഡ് ഭയങ്കര വീതി കുറവാണ് കേട്ടോ. നല്ല മെക്കാഡം റോഡാണ്, ബട്ട് വീതി 2 വണ്ടികൾ വന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മുട്ടിപ്പോവും ആ രീതിയിൽ. ഈ ഒരു ഗ്യാപ്പിൽ വലിയ കുഴിയാണ് കേട്ടോ. അത് വലിയ കുഴി എന്ന് പറഞ്ഞാൽ നല്ല വലിയ കുഴിയാണ്. വീടുകളൊക്കെ അത്യാവശ്യമുണ്ട്, ബട്ട് കുറച്ച് ഡേഞ്ചറായിട്ടുള്ള കുഴിയാണ്. എൻ്റെ പൊന്നെ, ഒരു വണ്ടി ഇപ്പോൾ ഇടിച്ചതാന്ന് തോന്നുന്നു കേട്ടോ. മൊത്തത്തിൽ തലകുത്തി നിൽക്കുക വണ്ടി. നമ്മളെ കാറ് കിടപ്പണ കിടപ്പൊക്കെ ടോണറ്റാണ് തോന്നുന്നു വണ്ടി കേട്ടോ. ആർക്കും എന്തോ പറ്റുമോയെന്ന് അറിയത്തില്ല.
വണ്ടി തല കീഴായിട്ട് മറിഞ്ഞോ. ഇവിടെ ഒന്ന് ഇടിച്ചിട്ട് മറിഞ്ഞതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഫുൾ ബ്ലോക്ക് ആയിരിക്കും. നമ്മൾ നേരത്തെ തൊട്ട് കയറുന്ന ആ ഒരു ഗഡ് സെക്ഷൻ തന്നെയാണ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നത്. റോഡ് നേരത്തെ കാണിച്ച പോലെ ഭയങ്കര വീതി കുറവാണ്. ബട്ട് റോഡിൻ്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിന് പുറത്തേക്ക് ഇറക്കാൻ പറ്റും. നമ്മൾ കയറി വന്ന റോഡ് ഇവിടുന്ന് കാണാൻ പറ്റും. ഈ ഒരു ഭാഗം നോക്കിയ ഫ്രണ്ടിൽ എന്നെ ഭംഗിയ മോനെ, ഫുള്ളായിട്ട് കുന്നുകളാണ് കേട്ടോ. താഴത്ത് നമുക്ക് വെള്ളം ഒഴുകുന്ന കാണാൻ പറ്റും കേട്ടോ. താഴത്തെ റോഡും ഉണ്ടല്ലോ. എൻ്റെ മുന്നേ അതത്ര താഴ്ചയില്ല. ഇനി ഇവിടുന്ന് വാഗമണ്ണ് 6.5 കിലോമീറ്റർ. നമ്മൾ ഈ ഒരു ചുരം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഈരാറ്റുപേട്ട നമ്മൾ വിടുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ എത്ര ഫീറ്റ് ഉയരത്തിലാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര ഫീറ്റ് ഉയരത്തിലാണ്, സമുദ്രനിരപ്പിൽ നിന്ന് നമ്മൾ എത്ര ഫീറ്റ് ഉയരത്തിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടേക്കുന്നത് ഈരാറ്റുപേട്ട ടൗണൊക്കെ ഏകദേശം ഒരു 200 അടി ഉയരത്തിലായിരുന്നു. നമ്മളിപ്പോൾ നിലവിൽ, ഇനി നമ്മൾ വാഗമണ്ണെത്തിയില്ല, നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫീറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2000 അടി ഉയരത്തിലെത്തിയല്ലോ. അത്രയും നമ്മൾ പൊക്കത്തേക്ക് കയറി. ഏകദേശം ഒരു 1800 അടിയോളം നമ്മൾ പൊക്കത്ത് കയറിയിട്ട് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ റോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മളെ പാൽച്ചുരം റോഡൊക്കെ പോലെ തോന്നും. നമ്മളെ കണ്ണൂർ ജില്ലയിലെ പാൽച്ചുരം റോഡൊക്കെ പോലെ തോന്നും. മലയുടെ സൈഡ് വെട്ടി ഇടിച്ച് ഉണ്ടാക്കിയ റോഡാണ് കേട്ടോ ഇത്. താഴ്ഭാഗത്ത് വലിയ കുഴിയാണ്. വലിയ കുഴി എന്ന് പറഞ്ഞാൽ വലിയ കുഴിയാണ്. ഇതുവഴി ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാം. നിയന്ത്രണമൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ കുഴിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് യാത്ര ചെയ്യുന്നവർ പരമാവധി ശ്രദ്ധിച്ച് യാത്ര ചെയ്യാം. ഇവിടെ ഒരു വ്യൂ പോയിൻ്റാന്ന് തോന്നുന്നു, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ വശം കാണാനായിട്ട് സാധിക്കും. നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവിടെ പോകും തോന്നുന്നു. എൻ്റെ ഒരു അനുമാനം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടം വരെ എത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് വണ്ടി കാണാനായിട്ട് സാധിക്കും. നമ്മൾ താഴത്തുനിന്ന് കണ്ട ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിത്തുടങ്ങി കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കയറി വന്ന ആ റോഡ് കാണാൻ പറ്റും.
നല്ലൊരു വ്യൂ പോയിന്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇനിയും നമുക്ക് പൊക്കത്തേക്ക് പോകാനുണ്ട്. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഈ ഒരു വളവ് ഇങ്ങനെ വളഞ്ഞു വരുമ്പോഴത്തേക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളെ താഴത്ത് കയറി വന്ന ആ ഒരു ബസ്സായിരുന്നു നമ്മളെ പുറകിൽ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റും. നമ്മൾ കയറി വന്ന ആ ഒരു വഴി, ആ ഒരു മലയുടെ സൈഡിൽ കൂടെ വെട്ടിയുണ്ടാക്കിയ വഴി കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ഇവിടെ ഒരു സിംഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സിംഹം തന്നെയല്ലേ ഇത്? ഇവിടെ കാണാം. നമ്മളിനി ഒന്നും ആയിട്ടില്ലാന്ന് തോന്നുന്നു. ഇനിയും പൊക്കത്തേക്ക് കയറാണല്ലോ. ഈ വാഗമണിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന മൊട്ടക്കുന്നുകളാണ് കേട്ടോ. ഇഷ്ടംപോലെ മൊട്ടക്കുന്നുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് മൊട്ടക്കുന്നുകൾ ചേർന്നാണ് വാഗമൺ എന്ന് പറയുന്നത്. മൊട്ടക്കുന്നുകളാൽ പ്രശസ്തി നേടിയൊരു സ്ഥലമാണ് വാഗമൺ. ഇവിടെ വന്ന ആളുകൾക്കറിയാം അത് എത്രത്തോളം എന്നുള്ളത്. നമ്മളെ ചാനലിലൂടെ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വാഗമൺ എന്ന് പറയുന്ന സ്ഥലം പരിചയപ്പെടുന്നുണ്ടാവുക. നമ്മൾ ഒരുപാട് തവണ മൂന്നാറൊക്കെ വന്നിട്ട് ഇതുവരെയായിട്ടും വാഗമണ്ണ് പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മളെ ചാനലിലൂടെ വാഗമൺ എന്ന് പറയുന്ന പ്രദേശം പരിചയപ്പെടുത്തുന്നത്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. എന്താ രസമല്ലേ! ഓ, സൂപ്പർ സൂപ്പർ, അടിപൊളി. ഫ്രണ്ടിൽ അത്യാവശ്യം വണ്ടിയുടെ ഒരു വലിയൊരു ബസ് പോകുന്നുണ്ട് ഫ്രണ്ടിൽ. നമുക്കിവിടെ ഇപ്പോൾ കുറച്ച് തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിൽ കുറച്ച് തേയിലത്തോട്ടങ്ങൾ. ചെറിയ പ്രദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇത്രയും നേരം ഒരു ഗഡ് സെക്ഷൻ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊന്ന് ഈരാറ്റുപേട്ട കഴിഞ്ഞിട്ട് നമ്മൾ കയറാൻ തുടങ്ങിയ ഗഡ് സെക്ഷനാണ്. കയറാൻ തുടങ്ങിയത് ഗഡ് സെക്ഷനാണ്. ഇപ്പോഴാണൊന്ന് നമ്മൾ ഇറങ്ങി തുടങ്ങിയത്. ഇവിടുന്ന് കുട്ടിക്കാനം 25 കിലോമീറ്റർ. ഇവിടെ അത്യാവശ്യം ഹോം സ്റ്റേകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും നമുക്ക് ആ ഒരു തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ബാക്കിയാണിത്. ഇവിടെയൊക്കെ അത്യാവശ്യം ഹോം സ്റ്റേകൾ, റിസോർട്ടുകൾ കാണാം. ഇവിടെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു കണ്ടിട്ട്. പണി കഴിഞ്ഞതാണോ? പണി കഴിഞ്ഞതാണ് കേട്ടോ. അതല്ല, ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റും നമുക്ക്. നമുക്ക് ഈ റൈറ്റ് സൈഡിൽ മുഴുവൻ റിസോർട്ടുകളാണ് കേട്ടോ. റൈറ്റ് സൈഡ് മുഴുവൻ റിസോർട്ടുകളാണ്. ഫോഗിനോൾസ് എന്നൊക്കെ പറഞ്ഞൊരു റിസോർട്ട് ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു റിസോർട്ടൊക്കെ അവിടെയുണ്ട്. റൈറ്റ് സൈഡിൽ ഭംഗിയുള്ള ആ ഒരു മൊട്ടക്കുന്നുകളും അതുപോലെ തന്നെ കുറേ റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ നമുക്ക് ഇവിടുന്ന് കാണാം. ദൂരത്താണ് കേട്ടോ, അതുകൊണ്ടാണ്. നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ ആളുകളൊക്കെ ഫോട്ടോ എടുക്കാൻ, അതുപോലെ തന്നെ അവരുടെ ടൂറിസ്റ്റ് സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി നിന്നേക്കാം റോഡിൽ കേട്ടോ.
ഇവിടെ റൈറ്റ് സൈഡിൽ കുറച്ച് തേയിലത്തോട്ടങ്ങളാണ്. അത് നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളാണ്. നമ്മൾ മൂന്നാറിലൊക്കെ കാണുന്ന ടൈപ്പ്. നമ്മളിപ്പോൾ വാഗമൺ ടൗണിലേക്കാണ് പോകുന്നത്. ടൗണിൽ പോയിട്ട് നമ്മൾ ഈ ഒരു വഴി തന്നെയാണ് തിരിച്ചു വരുന്നത് കേട്ടോ. തിരിച്ചു വന്നിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്നൊരു ടി ജംഗ്ഷനിൽ നിന്ന് കയറിയില്ലേ, ആ ഒരു ടി ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് കയറി പോകണമെങ്കിൽ ഇപ്പം നേരെ ഇറക്കിറങ്ങിയിട്ട് വാഗമൺ ടൗണിലേക്ക്. വാഗമണ്ണിൽ നിന്ന് പാലയ്ക്ക് പോകുന്നൊരു ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ചെറുതായിട്ട് ബ്ലോക്ക് കാണാം. നമ്മൾ യാത്ര ചെയ്യുന്നൊരു ഹോളിഡേ, ഒരു സെക്കൻഡ് സാറ്റർഡേ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ട് ഇന്ന്. നമ്മളെ കണ്ണൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെയുള്ള 1-2 വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. മലയാളികളായിക്കോട്ടെ പുറത്തുനിന്നുള്ളവരായിക്കോട്ടെ ഇവിടെ ഒരുപാട് വരുന്നുണ്ട്. മൂന്നാർ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. നമ്മളിത് എവിടെയിട്ട് തിരിക്കുകയാണ് വണ്ടി. തിരിച്ചിട്ട് നമ്മൾ വന്ന റൂട്ടിലേക്ക് പോകും. ഇവിടെ SBIൻ്റെ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റപ്പ് ഡൗൺ ആണ്. നമ്മളങ്ങനെ വാഗമണ്ണ് 1 മണി കേട്ടോ. വാഗമൺ ടൈം 1 മണി. നമ്മളങ്ങനെ തിരിച്ച് ആ ഒരു വന്ന വഴീൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ട് നമ്മളിവിടുന്ന് റൈറ്റിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈരാറ്റുപേട്ട നമ്മൾ കയറി വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ സ്ട്രെയിറ്റ് പോവാണ്. കട്ടപ്പനയ്ക്ക് നമ്മൾ സ്ട്രെയിറ്റ് പോവാണ്. ഇവിടെയൊക്കെ കണ്ടോ ആളുകൾ മാടി വിളിച്ചാണ് എന്താ പറയുക ഇവരെ ആക്ടിവിറ്റീസൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ കണ്ടോ കുറച്ച് വാഗമൺ ടീ എസ്റ്റേറ്റ് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു വാഗമൺ എന്ന് പറഞ്ഞ പ്രദേശം ഏകദേശം ഒരു 3300 അടി ഉയരത്തിലാണ്. ഏകദേശം ഒരു 1000 മീറ്ററോളം അടി ഉയരത്തിലാണ്. 1000 മീറ്ററോളം ഉയരത്തിലാണുള്ളത്. അടി പറയുകയാണെങ്കിൽ 3300 അടി ഉയരത്തിൽ. ഈ ഒരു പ്രദേശത്ത് മൊട്ടക്കുന്നുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇഷ്ടംപോലെ ബസ്സുകളാണ്. ആളുകളിങ്ങനെ കൂട്ടമായിട്ട് വന്നേക്കാം. ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് വിനോദയാത്ര, സ്കൂളിൽ നിന്നൊക്കെ വിനോദയാത്ര പോകുന്നൊരു ടൈമും കൂടിയാണ്. മുന്നിൽ നല്ല ബ്ലോക്കാന്ന് തോന്നുന്നു കേട്ടോ. വണ്ടി ഒന്നും അനങ്ങുന്നില്ല. കുറച്ച് നേരമായി, ഒരു 2 മിനിറ്റായി. പോകുന്ന വഴിയിലൂടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾ നല്ല ഭംഗിയിലെ കാണാനായിട്ട്.
അവിടെ ദൂരത്തോട്ട് ഒരുപാട് മലകളുണ്ട്. ബട്ട് അതൊന്നും നമുക്ക് ക്ലിയർ ആവുന്നില്ല, മൂടിയിട്ടാണ് നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ. കിലോമീറ്ററുകളോളം ദൂരത്തിൽ ബ്ലോക്കാണ്. നമ്മൾ പിന്നെ ഇതിനുള്ളിൽ കൂടെ കുത്തിക്കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ദൈവത്തിനറിയാം എന്താ അവസ്ഥ. ഫുള്ള് ബ്ലോക്കാണ്. ഇതെന്താ ഇങ്ങനെ ബ്ലോക്ക് എന്ന് ആർക്കറിയാം. ഇവിടെ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് കേട്ടോ. നമ്മൾ കാരണം കുറേ നേരം ബ്ലോക്കായി. ഇവിടെ ഒരു പച്ചപ്പ് തേടി ആന വണ്ടി യാത്രയോ ഉല്ലാസയാത്രയാണെന്ന് തോന്നുന്നു. ഇവിടെ സത്യം പറയല്ലോ റോഡ് തീരെ വീതിയില്ല, ഭയങ്കര റഷാണ്. റോഡിൻ്റെ ഒക്കെ വീതി തീരെ ഇല്ല. ഇതൊക്കെ ഇത്രയും ടൂറിസം നടക്കുന്ന സ്ഥലമാണ്, എന്നിട്ട് ഒരു വീതി പോലും ആക്കാതെ റോഡിലാണ് മുഴുവൻ വണ്ടിയും. ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല, ഇത്രയും ബ്ലോക്കാണ്. അവിടെ എന്തോ ഒരു ഫാം ഉണ്ട് കേട്ടോ, നമുക്ക് ദൂരത്ത് കാണാൻ പറ്റും. എന്താ ഹൈടെക് ബുൾ മദർ ഫാം, ഫലാഹൽമേട് എന്തോ പശു ആണോ സംശയം കേട്ടോ എനിക്കൊന്ന് മൂക്കടാ. ഇത് മട്ടന്നൂർ വണ്ടിയാണല്ലോ, അഫെക്സ് നമ്മളെ നാട്ടിലെ വണ്ടിയാണ് കേട്ടോ. ഇവിടെ ശരിക്കും മൂന്നാറിനേക്കാളും തിരക്കുണ്ടോ സംശയമുണ്ട്, അത്രമാത്രം ടൂറിസ്റ്റ് ബസ്സാണ്. ടൂറിസ്റ്റ് ബസ്, ടൂറിസ്റ്റ് ട്രാവലർ, എവിടം വരെ ബ്ലോക്ക് ഉണ്ട് കണ്ടോ നിങ്ങൾ. എവിടം വരെ ബ്ലോക്കാണ്, ഇങ്ങനെ കറങ്ങിട്ട് എവിടം വരെ. അങ്ങനെ മണിക്കൂറുകളോളം നീണ്ട ബ്ലോക്ക് ഇവിടെ അവസാനിച്ചിട്ടോ. എൻ്റെ പൊന്നെ, ഇങ്ങനെയൊരു ബ്ലോക്ക്. ഒന്നാമത് ഇവിടെയൊക്കെ എത്രമാത്രം ടൂറിസം നടക്കുന്നുണ്ട്. ഈ റോഡിനൊന്നും അത് വീതി എന്ന് പറയുന്ന സാധനമില്ല. ഒരു 2 വണ്ടിക്ക് പോകാനുള്ള വീതി പോലുമില്ല. അതായത് ഓപ്പോസിറ്റ് ഒരു ബസ്സൊക്കെ വരുന്നതാണെങ്കിൽ എന്ത് ചെയ്യും, വീതിയിൽ. ഇത് ഇവിടെ തന്നെയാണ്, നിങ്ങൾ റോഡിലാണ് ആ പോസ്റ്റ് ഉള്ളത്. അതൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത്രത്തോളം വീതി ഉണ്ടാവും. അതൊന്നും ചെയ്യത്തില്ല, അതാണ് എന്താ അതിനുള്ള ബുദ്ധിമുട്ടെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ചെയ്യത്തില്ല. നിങ്ങൾ കാണല്ലേ ഇത്ര മാത്രം വണ്ടികളിലൂടെ വരുന്നുണ്ട്, ഇവിടെ ഇത്രയും ടൂറിസം നടക്കുന്നുണ്ട്, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഇട്ടേക്കുന്നത്. പറഞ്ഞിട്ടെന്ത് കാര്യം. നിങ്ങൾ ഈ റോഡ് കണ്ടോ, അതേ ഈ റോഡിൻ്റെ അതേ നടുവിലാണ് ഈ പോസ്റ്റ് ഉള്ളത്. പക്ഷേ ആ ബ്ലോക്ക് ഇവിടെയൊക്കെ വന്നെങ്കിലുണ്ടല്ലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കി നിൽക്കാന്നല്ലാതെ അങ്ങോട്ടും മാറ്റാൻ പറ്റില്ല, ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. അവിടെ ബ്ലോക്കായിട്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വീതി കുറഞ്ഞ റോഡിൽ കൂടെയാണ്. ലെഫ്റ്റും റൈറ്റിലും കുറച്ച് തേയിലത്തോട്ടങ്ങൾ, ഒട്ടും മെയിൻറ്റെയിൻഡ് അല്ല. ഇങ്ങനെ എന്താ പറയുക, ചുമ്മാ തനിയെ വളർന്ന പോലെ കാണുന്നുണ്ട് നമുക്ക്. ഇതൊക്കെ തേയില തന്നെയാണോ എന്ന് ആർക്കറിയാം. ഇതൊന്നും തേയിലല്ലാന്ന് തോന്നുന്നു. ഇതൊന്നും തേയിലല്ല, ഇതൊക്കെ വേറെ എന്തൊക്കെ ചെടികളാണ്. മൊത്തത്തിൽ ഇങ്ങനെ വളവാണ്. റോഡിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി കറക്റ്റ് പോകും, മറ്റൊരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിമൻറ്റ് ഇട്ടേക്കുന്നതിൻ്റെ മുകളിലേക്ക് കയറണം. അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ, റോഡിൻ്റെ അവസ്ഥ. ഇത് കണ്ടോ, സമയം 2 മണി. നമ്മളെ ടൈം 3 മണിയാണ് കട്ടപ്പന. 3 മണിയാവും എന്തായാലും അത്തണ്ടിക്കൽ. നമുക്ക് നോക്കാം എത്ര മണിക്ക് എത്തുന്നുള്ളത്. പുറത്ത് തണുപ്പാണ് കേട്ടോ, ചൂടൊക്കെ ഒന്ന് മാറി. തണുപ്പ് തന്നെയാണ് പുറത്ത്. എവിടെ കണ്ടോ നിങ്ങൾ, തേയിലാണോ? ഇതൊന്നും ഈ പറഞ്ഞ ഒരൊട്ടും മെയിൻറ്റെയിൻഡ് അല്ല. ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വണ്ടിയൊക്കെ വെച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡൊന്നും കഴിക്കുന്നതൊന്നും ഒരു കുഴപ്പമില്ല, ബട്ട് വേസ്റ്റ് സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് പോകാതിരുന്നാൽ മതി, അത്ര തന്നെ വലിയ കാര്യം. പലരും വന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ തന്നെ വേസ്റ്റ് കൂട്ടിയിട്ട് പോകും, പ്ലാസ്റ്റിക്കും അതും ഇതുമൊക്കെ. അതൊന്നും ചെയ്യാതിരിക്കുക, അത്ര തന്നെ. നമുക്ക് ഇവിടുത്തെ ഈ റോഡൊക്കെ കാണുമ്പോൾ
ഗവിയിലേക്ക് നമ്മൾ പോകുന്ന റോഡിൻ്റെ അത്ര വീതിയുള്ളൂ കേട്ടോ. ശരിക്കും ഭയങ്കര വീതി കുറവാണ്. ഭയങ്കര വീതി കുറവാണ്. നമ്മൾ ഗവി കാട്ടിലേക്ക് കയറിയില്ലേ, കുമളിയിൽ നിന്ന് നമ്മൾ ഗവി കാട്ടിലേക്ക് കയറുമ്പോൾ ആ ഒരു അവസ്ഥ കണ്ടില്ലേ, അതേ അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ വഴി കൂടെ തന്നെയല്ലേ ആ പോയ വണ്ടികളൊക്കെ പോയിട്ടുണ്ടാവുക, അല്ല അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും. അത്യാവശ്യം ഭംഗിയുള്ള മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു റോഡിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടെ ആ റോഡ് പോകുമ്പോൾ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ആ ഒരു ബ്ലാക്ക് റോഡ്, അതിൽ ആ ഒരു വൈറ്റ് വരയൊക്കെ വന്നപ്പോഴത്തേക്ക് റോഡ് വീതി കുറവാണെങ്കിലും ബട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അയ്യോ അടിപൊളി. പണ്ടത്തെ നമ്മളെ ആ ഒരു ഗ്യാപ്പ് റോഡില്ലേ, അതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് കാണുമ്പോഴേ. പഴയ ഗ്യാപ്പ് റോഡ്. നമുക്കിനി ഇവിടുന്ന് മൂന്നാർക്ക് 108 കിലോമീറ്റർ, കുട്ടിക്കാനം 8, പീരുമേട് 12 കിലോമീറ്റർ. ഇടുക്കി ഡാം അതുപോലെ തന്നെ കട്ടപ്പനയൊക്കെ ഇവിടുന്ന് ലെഫ്റ്റാണ്. നമ്മൾ കട്ടപ്പന ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മളങ്ങനെ ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഏലപ്പാറ ടൈം നോക്കിയോ 2:12. അത്യാവശ്യം വലിയൊരു ടൗണാണ് ഏലപ്പാറ കേട്ടോ. നമ്മളങ്ങനെ ഏലപ്പാറ കഴിഞ്ഞിട്ട് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ്. നമ്മളെ ഇപ്പോഴത്തെ ഗ്യാപ്പ് റോഡിൻ്റെ ആ ഒരു വീതി ഉണ്ട് കേട്ടോ. രണ്ട് വണ്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് പോകാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തുന്നതാണ് പറഞ്ഞത്. 10-20 കിലോമീറ്റർ മറ്റും ഉണ്ട് ഇനിയിപ്പോൾ കട്ടപ്പനയ്ക്ക്. നമ്മളെ കയറിയ ഗഡ് സെക്ഷൻ മുഴുവൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 40 സ്പീഡ് കാണിച്ചേക്കുന്നത് അവിടെ. ഈ വാഗമണ്ണ് കുറച്ച് പൊക്കത്തുള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ വീണ്ടും കുഴിയിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് നേരെ വാഗമണ്ണിലേക്ക് ചുരം കയറി വന്നു. ഇനിയിപ്പോൾ നമ്മൾ വാഗമണ്ണ് തിരിച്ച് ചുരം ഇറങ്ങി കട്ടപ്പനയ്ക്ക് പോവാണ്. ചപ്പാത്ത് സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ, കെ ചപ്പാത്ത്. അടിപൊളി. നമുക്കങ്ങനെ ഇവിടുന്ന് തൊട്ട് ആ ഒരു നല്ല റോഡ് നഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. വൈൻഡിങ് നടക്കാനുണ്ട്, ഒരുപാട് പണിയുണ്ട്. നമ്മൾ ഇത്ര നേരം വന്നുകൊണ്ടിരുന്ന ആ ഒരു നല്ല റോഡ്, നല്ല മെക്കാടൻ റോഡ് ഇവിടെ അവസാനിച്ചു. ഇനിയിപ്പോൾ കട്ടപ്പന വരെ ഈ തരത്തിലുള്ള റോഡാണ്. റോഡ് വൈൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ മൊത്തത്തിൽ പാറ പൊട്ടിക്കുന്ന കാണാൻ പറ്റും. നിങ്ങൾ നല്ല തകൃതിയായിട്ട് പാറ പൊട്ടിക്കുന്ന നടക്കുന്നുണ്ട്. ഒരു 3 സെക്ഷനായിട്ടാണ് കേട്ടോ പണി നടക്കുന്നത്.
ലെഫ്റ്റ് സൈഡിൽ ഒരു പുഴയാവോ എന്തോ തോടോ എന്തോ ഒഴുകുന്നത്, പുഴയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ റൂട്ടിൽ ഫുള്ള് ഹെവി ട്രക്കുകളാണല്ലോ ഭാരത് ബെൻസിൻ്റെ. തിരുവനന്തപുരത്തേക്ക് പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റാണ്. ഇനി കട്ടപ്പനയ്ക്ക് ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. മേരികുളം എന്ന് പറയുന്ന സ്ഥലമാണ്. മേരികുളം, നമ്മൾ ദേവികുളമൊക്കെ കേട്ടില്ലേ? ദേവികുളം അല്ല, മേരികുളം. ചെറിയ ടൗണാ. നമുക്കിവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് ഏലകൃഷി കാണാൻ പറ്റും. ഇവിടെ ഓരോരോ വ്യക്തികൾ കുറച്ച് കുറച്ചായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ഇതൊക്കെ. സമയം 3:09. ഇനി നമ്മൾ കട്ടപ്പന എത്തിയില്ല. ഇവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ റോഡ് പണി നടക്കുകയാണ്, ഒരു 5-10 കിലോമീറ്റർ. അപ്പോൾ അത് ഭയങ്കര കുഴിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ട് കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടില്ല, അങ്ങനെ പോവാണ്. അങ്ങനെ നമ്മൾ കട്ടപ്പന ടൗണിലെത്തി. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് കേട്ടോ കട്ടപ്പന. അടുത്ത കാലത്തൊന്നും ഞാൻ വന്നിട്ടില്ല. നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് കട്ടപ്പന കാണിക്കുന്നത്. കട്ടപ്പന ടൗൺ നമ്മൾ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. ആളുണ്ട്, കല്യാണം ഉണ്ടോ? നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ടുള്ള മല കാണാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇവിടുന്ന് റൈറ്റിൽ കമ്പം, നെടുങ്കണ്ടം, കുമളി, ഇവിടുന്ന് റൈറ്റിലേക്കാണ് കേട്ടോ ആ ഒരു ഭാഗങ്ങളൊക്കെ. കമ്പം, കുമളി ആ ഒരു ഭാഗമൊക്കെ ഇവിടുന്ന് റൈറ്റിലേക്കാണ്. നമ്മൾ നേരെ ഇവിടെ പ്രൈവറ്റ് സ്റ്റാൻഡും KSRTC സ്റ്റാൻഡും കൂടെ മിക്സ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഇതാണ് സ്റ്റാൻഡ്. ഇവിടുന്ന് KSRTC സ്റ്റാൻഡിൽ പോകും. ബട്ട് നമ്മൾ KSRTC സ്റ്റാൻഡിൽ പോകുന്നില്ല, ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടെ ഇറങ്ങും കേട്ടോ. ഇവിടെ ലാസ്റ്റ് നമ്മൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോകണം. സമയം നോക്കിക്കോ, 3:21 കേട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡാണ് കേട്ടോ. അതിന് പുതിയ സ്റ്റാൻഡ് വരേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. മൊത്തം 3 സ്റ്റാൻഡ് ഉണ്ട്. KSRTCക്ക് വേറൊരു സ്റ്റാൻഡ് അവിടെ ഇപ്പോൾ കിടപ്പുണ്ട്. പിന്നെ ഇതൊരു പഴയ സ്റ്റാൻഡ്, ഇനി ഒരു പുതിയ സ്റ്റാൻഡ് വേറെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വലിയ കുന്നിറങ്ങി പോകാനുള്ള അത്യാവശ്യം വലിയൊരു ടൗണാണ് കേട്ടോ. നമ്മളെ മാച്ച് ചെയ്ത് പറയുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരി ടൗണ്. സുൽത്താൻ ബത്തേരിയേക്കാളും വലിപ്പമുള്ളതൊരു സംശയമുണ്ട് കേട്ടോ. സുൽത്താൻ ബത്തേരി ടൗണ്, സുൽത്താൻ ബത്തേരി ടൗണിന് ഈക്വലാണ്. ഇതാണ് മെയിൻ ടൗൺ കേട്ടോ. മെയിൻ സ്റ്റാൻഡ് ഇപ്പോൾ ഇതാണ്. ഇവിടം വരെയാണ് വണ്ടി കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഇറങ്ങട്ടെ, എന്നിട്ട് ബാക്കി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ വെള്ളനാട് ഡിപ്പോയുടെ കട്ടപ്പന വരെയുള്ള ഈ ഒരു സർവീസ് നമ്മൾ സർവീസ് ചെയ്തിട്ടുള്ള ഫുൾ സർവീസ് അല്ല, ആരും തന്നെ തെറി പറയരുത് കേട്ടോ. നമ്മൾ ഫുൾ
സർവീസ് ചെയ്യുന്നില്ല എന്നിട്ട് കുറേ പേരൊക്കെ ഇങ്ങനെ തെറിവിടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു വേറൊരു സർവീസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർവീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആ ഒരു വാഗമൺ സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ വല്ലാതെ വിട്ടുപോയി. അവിടെയാണ് മെയിനായിട്ട് ഈ ഒരു വണ്ടിക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോരാത്തന്നെ നമ്മൾ ആ ഒരു വരുന്ന വഴിയിൽ ഒരു ആക്സിഡൻറ്റും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കാറ് തലകീഴായിട്ട് പറഞ്ഞത് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാം. പ്രത്യേകിച്ച് ഈ ഒരു ഗഡ് സെക്ഷനിൽ നിങ്ങൾ ഒരുപാട് സാധാരണ നമ്മുടെ പ്ലെയിൻ റോഡിൽ ഓടിക്കുന്ന പോലെ ഗഡ് സെക്ഷനിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു എല്ലാവർക്കും ബൈ ബൈ.